നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെങ്കിൽ അത് നടത്താനും അച്ഛൻ തയ്യാറാവും. പക്ഷെ അതിനാദ്യം നന്ദേട്ടൻ കൂടി തയ്യാറാവണം. നന്ദേട്ടൻ അതിന് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്നേഹം എന്ന് പറയുന്നതേ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ കുറിച്ച് അറിയാൻ അച്ഛനും അമ്മയും കൂടി ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നു. നക്ഷത്ര ഗുണമുള്ള നല്ല കുട്ടികൾ ജനിക്കാൻ ദൈവാധീനം കൂടി വേണം. അതേക്കുറിച്ച് നോക്കാനാ ജോത്സ്യനെ കാണാൻ പോയത്. എന്നിട്ട് ജോത്സ്യർ എന്താ പറഞ്ഞേ? ഇവിടെ ചില പൂജകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടതുണ്ട് എന്നാണ് പ്രശ്നത്തെ കണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആൺകുഞ്ഞിനെ തന്നെ കിട്ടുമെന്ന പ്രശ്നവതിയിൽ കണ്ടതെന്നാ മാഷ് പറഞ്ഞത്. അതിന് ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്നല്ലേ ഉള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അങ്ങനെ സംഭവിക്കട്ടെ. അതില് കവിഞ്ഞൊരാഗ്രഹവും ഞങ്ങൾക്കില്ലച്ച. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഓഹോ, അപ്പൊ ഇനി കുഞ്ഞിന്റെ പേരും പറഞ്ഞ് പൂജയും മന്ത്രവാദവും ഒക്കെ നടത്താനാണ് ഇവരുടെ അടുത്ത പരിപാടി. എന്തായാലും നാളെ ആ പൂജ നടക്കട്ടെ. ജോത്സ്യം പറഞ്ഞ പോലെ മോൾക്കും സച്ചിക്കും ഒരു ആൺകുഞ്ഞ് തന്നെ ജനിക്കും. ആ കുഞ്ഞിനെ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. കൊള്ളാം. ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോന്നെ? പൂജയോ അതോ മന്ത്രവാദോ? ഒരു ബലികർമ്മം നടത്തിയ പോലും തെറ്റില്ല. എല്ലാം നിന്റെ കുഞ്ഞിന് വേണ്ടിയാണല്ലോ. നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? അതെങ്ങനെയാ? എന്നെക്കാള് സ്ഥാനം നിനക്കല്ലേ ഇവിടെ കിട്ടുന്നേ. മറ്റുള്ളവർക്ക് കിട്ടേണ്ട സ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരുടെയും സ്നേഹം പങ്കുവെക്കുന്ന കാര്യത്തിലാണെങ്കിലും നിനക്കാണല്ലോ ഒന്നാം സ്ഥാനം കിട്ടുന്നേ. ഇപ്പതാ ദത്തെടുത്തൊരു കുട്ടി ഉണ്ടായിട്ട് പോലും നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ട് പൂജയും ഹോമവും ഒക്കെ നടത്തുന്നു. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. ഇനി നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെങ്കിൽ അത് നടത്താനും അച്ഛൻ തയ്യാറാവും. പക്ഷെ അതിനാദ്യം നന്ദേട്ടൻ കൂടി തയ്യാറാവണം. നന്ദേട്ടൻ അതിന് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്നേഹം എന്ന് പറയുന്നതേ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ. അല്ലാതെ ഇങ്ങോട്ട് മാത്രം സ്നേഹം വേണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിന് നീയൊക്കെ കാരണം എന്നെ ഒരു ശത്രുവിനെ പോലെ നന്ദേട്ടൻ ഇപ്പൊ കാണുന്നേ. അതിന് നന്ദേട്ടന്റേതായ കാരണം കാണും. പഴയതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് അതിനൊക്കെ ക്ഷമ പറഞ്ഞ് നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്ക്. ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം. എന്താ അതിന് പറ്റുമോ നിങ്ങക്ക്? എന്റെ ആത്മാർത്ഥത ഞാൻ തെളിയിച്ചോളാം. അതില് നീ കയറി ചൊറിയാൻ വരണ്ട. ഇപ്പൊ എന്തായാലും നിന്റെ സൽപുത്ര ലബ്ധിക്കുള്ള ഹോമം നടത്ത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള്
ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ആ, ഇവർക്ക് രണ്ടുപേർക്കും രാജകുമാരനെ പോലെ ഒരു ഉണ്ണി പിറക്കും. ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ ഇയാളെന്താ ഗൈനക്കോളജിസ്റ്റ് ആണോ? കള്ളം പറഞ്ഞ് കാശ് തട്ടാനുള്ള ഓരോ അടവാ. പക്ഷേ അതിന് ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും തടസ്സങ്ങളുണ്ടെന്നാണോ? ഇതിനൊക്കെ പരിഹാരമില്ല തിരുമേനി. പരിഹാര കർമ്മങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ഇത് പരിഹാര കർമ്മങ്ങളൊന്നുമല്ല. അങ്ങനെ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും ദോഷങ്ങളൊന്നുമില്ല. ആ, ഇതൊരു വഴിപാടാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വേണം അത് ചെയ്യാൻ. ഇവർക്കൊരു ആൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ. അതിനുവേണ്ടി ഒരുപാട് നേർച്ചകൾ നടത്തി നമ്മള്. ഇനി എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. വെള്ളിയാങ്കരി മലമുകൾക്ക് മുകളിൽ വനദുർഗയുടെയും അർദ്ധനാരീശ്വരന്റെയും ഒരു ക്ഷേത്രമുണ്ട്. വഴിപാടുകൾ നടത്തേണ്ടത് അവിടെയാണ്. ഈ വഴിപാട് നടത്തിയ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഉറപ്പല്ലേ തിരുമേനി? എന്താ സംശയം? ആ മല കയറി വഴിപാടുകൾ നടത്തിയിട്ടുള്ളവർക്കെല്ലാം ഉത്തിഷ്ടകാര്യം നടന്നിട്ടുണ്ട്. എന്ത് വഴിപാടാണ് നടത്തേണ്ടതെന്ന് തിരുമേനി ഇതുവരെ പറഞ്ഞില്ലല്ലോ. 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂജ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ്. ആ പൂജയിലാണ് ഇവർ പങ്കെടുക്കേണ്ടത്. ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ സൽപുത്ര സൗഭാഗ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്കും നേർച്ച ചെയ്യണം. കുട്ടി, നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ പറ്റൂ. ഒരുപാട് ദുർഘടങ്ങളുള്ള സ്ഥലമാണ്. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടി വരും. എന്തായാലും ഇവര് പോകുന്നുണ്ടല്ലോ. അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവര് നേരിടേണ്ടി വരില്ലേ? അതിന്റെ കൂടെ ഞാനും പോയിക്കോളാം. പൂജ നടത്തിയത് ഇവർക്ക് വേണ്ടിയല്ലേ മോളെ? അത് സാരില്ല. ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ പൂജ നടത്തിയത്. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.